സോ ISROയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുതിയൊരു അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 27/6/2026 തുടങ്ങിയ അപേക്ഷയാണ്. ജൂലൈ ഏകദേശം 20 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ കേരളത്തിൽ നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ലോജിങ് സ്റ്റേഷൻ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അവിടത്തേക്കെല്ലാം ജോലി ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ ബി, അതുപോലെ തന്നെ ഡ്രാഗ്സ്മാൻ, കുക്ക് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വന്നിട്ടുള്ള പോസ്റ്റ് ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് കാറ്റഗറിയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻസ് എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ കാണാൻ സാധിക്കും. പിന്നെ ഇത് മിനിമം ക്വാളിഫിക്കേഷൻ, പിന്നെ സെലക്ഷൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് IT ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ്. അതിന് അപേക്ഷിക്കേണ്ട യോഗ്യത 10ാം ക്ലാസ്സും അതുപോലെ ITI സർട്ടിഫിക്കറ്റ് ഈ ഒരു വിഭാഗത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക് ഇൻഡസ്ട്രി ട്രേഡ് ഫ്രം NCVT സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെലക്ഷനായിട്ട് വരുന്നത് റിട്ടൺ ടെസ്റ്റ്, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ സ്കിൽ ടെസ്റ്റ്, ഈ ഒരു ബേസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടത്തുന്നത്. അതിൻ്റെ താഴെയുള്ള പോസ്റ്റിന് അതുപോലെ തന്നെയാണ് ITI കാർപ്പൻറ്റർ എന്ന് പറയുന്ന പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് SSLCയും പിന്നെ ITI സർട്ടിഫിക്കറ്റ് കാർപ്പൻറ്ററിലുണ്ടെങ്കിൽ അതങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡ്രാഗ്സ്മാൻ സിവിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനും 10ാം ക്ലാസ്സും ITI ആണ് ചോദിച്ചിട്ടുള്ളത്. സെലക്ഷൻ മെത്തേഡ് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രാഗ്സ്മാൻ മെക്കാനിക്കൽ കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സും പിന്നെ ITI സർട്ടിഫിക്കറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രോണിക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് അപേക്ഷിക്കാൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഉള്ളത്. പരീക്ഷയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനുണ്ടാകാമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെക്കാനിക്കലാണ് ഡിപ്ലോമ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ മെക്കാനിക്കൽ ഉണ്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. BSc വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് ഫസ്റ്റ് ക്ലാസ് BSc മാത്തമാറ്റിക്സ് ഉള്ളത് വന്നത് കാണാൻ സാധിക്കും. മാത്സിലേക്ക് ഫസ്റ്റ് ക്ലാസ് BSc മാത്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ലൈബ്രറി അസിസ്റ്റൻ്റ് A ആണ്, ഗ്രേഡ് A. അതിന് അപേക്ഷിക്കാൻ ഗ്രാജുവേറ്റ് ഇൻ ഫസ്റ്റ് ക്ലാസ് പ്ലസ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടി വേണം. ലൈബ്രറി സയൻസിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഓർ ഇക്വലൻ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അപേക്ഷിക്കാനായിട്ട് 10ാം ക്ലാസ്സും 5 വർഷത്തെ കുക്കിങ്ങിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഇൻഡിവിജ്വൽ എന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ല, ഒരു ഫേമെന്നോ ഒരു ഇവിടെ നിന്നിട്ട് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഒരു യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 18 to 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. സ്ഥിര ജോലിയാണ്, നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങിയ ടൈം നമ്മൾ പറഞ്ഞു 27/6/2026 ഏകദേശം 27/2026 വരെ, ജൂലൈ 20ാം തീയതി വരെ നിങ്ങൾക്ക് ISROൻ്റെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ഫീസ് വരുന്നുണ്ട്, ചിലതിന് ഫീസ് കുറവുമാണ് പറയുന്നത്. പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിക്കുന്നതാണ്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 250 രൂപ ഫീസ് വരുന്നുണ്ടെന്നുള്ള കാണാൻ സാധിക്കും. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഈ പറഞ്ഞ പോസ്റ്റുകളിലാണ് അത് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾ കാൻഡിഡേറ്റ് യൂണിഫോംലി പേ 750 രൂപ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, 750 രൂപ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലി കാൻഡിഡേറ്റ് ഹു അപ്പിയർ ദി റിട്ടൺ ടെസ്റ്റ്, അത് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിട്ടൺ ടെസ്റ്റ് ആദ്യത്തെ ഘട്ടം ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദി പ്രോസസ്സിംഗ് ഫീ വിൽ ബി റീഫണ്ടഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലി കാൻഡിഡേറ്റ് ഹു അപ്പിയർ ദി റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ റെയിൽവേൻ്റെ പരീക്ഷയില്ലേ, അത് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ 750 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. 250 രൂപ തിരിച്ചു കയറില്ല, അത് അപേക്ഷാ ഫീസാണ്. 750 രൂപ നിങ്ങൾ അടക്കുന്നത് എല്ലാവർക്കും തിരിച്ചു കയറുന്നതായിരിക്കും. പിന്നെ 250 രൂപ നമ്മളിവിടെ പറഞ്ഞത് ചില പോസ്റ്റിന് മാത്രമാണ്. ബാക്കിയുള്ള പോസ്റ്റിന് കാണാൻ സാധിക്കും 100 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞത്, ആപ്ലിക്കേഷൻ ഫീസായിട്ട് തിരിച്ചു കയറാത്തതാണ് കേട്ടോ. അപ്പോൾ അത് ടെക്നീഷ്യൻ B അതുപോലെ തന്നെ ഡ്രാഗ്സ്മാൻ B ഈ പോസ്റ്റുകൾക്കൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 500 രൂപയാണ്. ഇതിന് 10ാം ക്ലാസ് ITI ഒക്കെ ആണല്ലോ യോഗ്യത. 500 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എഴുതുന്നവർക്ക് എന്ത് ചെയ്യും, 500 രൂപ തിരിച്ചു കയറുകയും ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കും. അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ലഭിക്കും. 27/7/2026 ലാസ്റ്റ് ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്.